കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഇതുപോലൊരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടോ? ഒരു സ്വാതന്ത്ര്യം കിട്ടാതെ അലിയുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ കഥ. അതായത് സ്വാതന്ത്ര്യം എന്താണ് എന്ന് ഞാൻ കുറേ ഗൂഗിളിലൊക്കെ തപ്പിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ വീഡിയോ കണ്ട ശേഷമാണ് യഥാർത്ഥത്തിൽ എന്താണ് സ്വാതന്ത്ര്യമെന്ന് എനിക്ക് മനസ്സിലായത്. ഈ പെൺകുട്ടിയാണ് ഇതിലെ പ്രധാന കഥാപാത്രം. ഈ ചേച്ചിക്ക് സ്വാതന്ത്ര്യം കിട്ടാത്തതിൻ്റെ വല്ലാത്തൊരു വിഷമത്തിലാണ് ഈ ചേച്ചി ഇങ്ങനെ ഇരുന്ന് കരയുന്നത്. ആ ചേച്ചിക്ക് ഇപ്പോൾ ആവശ്യം വെറും സ്വാതന്ത്ര്യം മാത്രമാണ്. അവൻ വരികയാണ് സ്വാതന്ത്ര്യം കൊടുക്കാൻ. അദ്ദേഹം ആ പെൺകുട്ടിയുടെ കയ്യിൽ പിടിച്ചപ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു സ്വാതന്ത്ര്യം ആ പെൺകുട്ടിക്ക് അനുഭവപ്പെടുകയാണ്. എന്താണ് സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥമെന്ന് അറിയാൻ വേണ്ടി ഈ വീഡിയോ ഞാൻ വിശദമായി കണ്ടു. കാരണം നമുക്ക് കുറേ പ്രാവശ്യം ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യം എന്താണെന്നുള്ള അർത്ഥം സത്യത്തിൽ ഇന്ന് ആർക്കും അറിയില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്ത ഉടനെ തന്നെ അവൾ തൻ്റെ വസ്ത്രമെല്ലാം വലിച്ചൂരി അവളൊരു സുന്ദരി കുട്ടിയായി സ്ലോ മോഷനിൽ നടക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്താണ് സ്വാതന്ത്ര്യം എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇത് വല്ലാത്തൊരു സ്വാതന്ത്ര്യത്തിൻ്റെ കഥയാണ് ഗൈസ്. സത്യത്തിൽ എല്ലാവർക്കും എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം ഈ ഭൂമിയിലുണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാൾക്ക് മറ്റൊരാളുടെ ഒരു സ്വത്ത് അനധികൃതമായി കൈവശപ്പെടുത്താൻ സ്വാതന്ത്ര്യമില്ല. അതുപോലെ തന്നെ കൊലയാളിക്ക് കൊല്ലാനുള്ള സ്വാതന്ത്ര്യമില്ല. പോലീസ് പിടിക്കും, ജയിലിലാകും. അതൊരു നാടിൻ്റെ നിയമമാണ് എങ്കിൽ വസ്ത്രം ഊരുന്നതല്ല സ്വാതന്ത്ര്യം. അവർക്ക് ഇടുന്ന വസ്ത്രമാണ് സ്വാതന്ത്ര്യം. വസ്ത്രം ഇടാതെ നടക്കലാണ് സ്വാതന്ത്ര്യമെന്ന് തോന്നുന്നവർക്ക് ഇടാതെ നടക്കാം. അതിന് പിന്നിലുള്ള ഭവിഷ്യത്ത് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ആ നാടിൻ്റെ നിയമം എന്താണ് എന്നതിനനുസരിച്ച് അവർ ശിക്ഷിക്കപ്പെടും. അതായത് എല്ലാവർക്കും 100% എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. ഒരു കള്ളന് കക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. ഒരു കള്ളന് ഒരു വീട്ടിൽ കയറി എനിക്കതെൻ്റെ സ്വാതന്ത്ര്യമാണ്, അത് എൻ്റെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് കക്കാൻ ഒരു കള്ളന് സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും തൻ്റെ ശത്രുവിനെ കൊല്ലണം, ഒരാളോട് ദേഷ്യമുണ്ടെങ്കിൽ എനിക്കതിനെ കൊല്ലാനുള്ള സ്വാതന്ത്ര്യമില്ലേ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. എനിക്കതിന് സ്വാതന്ത്ര്യമില്ല. അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളുടെയും നാടിൻ്റെയും അവരുടെ മതങ്ങളുടെ നിയമപ്രകാരവും അവർ ജീവിക്കേണ്ടതുണ്ട്. അതായത് ഒരു മതത്തെ അവർ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആ മതത്തിൻ്റെ നിയമം എന്താണ് എന്നതുകൂടി അവർ ആക്സെപ്റ്റ് ചെയ്യും. അവരുടെ ആരാധനാ രീതി എന്താണ് എന്നതുകൂടി ആക്സെപ്റ്റ് ചെയ്യും. അതായത് ഒരാൾ ഒരു മതത്തിൽ നിന്ന് പുറത്തു പോയി യുക്തിവാദിയോ മറ്റോ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം യുക്തിവാദിസം എന്താണോ അത് അയാൾ ഫോളോ ചെയ്യും. അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ഓരോരാൾക്കുള്ള അവർക്ക് അവകാശപ്പെട്ട അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള, അത് നാടായാലും മതമായാലും അവരുടെ വീട്ടുകാരായാലും അവർ സ്വയമായാലും അവർക്ക് അനുയോജ്യമായ ബുദ്ധിമുട്ടുകളില്ലാത്ത, അപകടമില്ലാത്ത, പിന്നീട് അത് അപകടം വരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കണം